വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തി കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ മിക്കവരും ചപ്പാത്തിക്ക് ആയിരിക്കും ഡിന്നറിനൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക, കാരണം നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കാനും ഒക്കെ. എന്നാൽ ഈ ചപ്പാത്തി എന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പല്ലേ. എന്നാൽ ഇതേ ചപ്പാത്തി തന്നെ മടുപ്പില്ലാത്ത രീതിയിൽ നമ്മളൊരു പ്രത്യേക തരത്തിലാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കറിയുടെ ചപ്പാത്തിയുടെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഓഫീസ് വിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഒരു ഡിന്നർ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്കും മക്കൾക്കും ഒക്കെ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ ഇന്ന് ഇത് വെച്ചിട്ടാവട്ടെ ഇന്നത്തെ ഡിന്നറിന്. അപ്പോൾ ആദ്യം ഇതിനായി ചെയ്യേണ്ടത്, നമുക്ക് പുതിയതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി അത് നമ്മൾ എങ്ങനെ തീർക്കുമെന്ന് ഓർത്ത് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചപ്പാത്തി ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആദ്യം തന്നെ നീളത്തിലൊന്ന് മുറിച്ചിട്ട് പിന്നെ ഞാൻ ഈ കുഞ്ഞൊരു സ്ക്വയർ ഷേപ്പിലല്ല, അല്പം ചെരിച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കൈകൊണ്ട് കീറി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ ഒരു ചപ്പാത്തിയൊക്കെ ഒന്ന് ഇതുപോലെ കുഞ്ഞു പീസുകളൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചപ്പാത്തി ഇതേപോലെ ഞാനൊന്ന് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊരു ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാനിന്ന് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളമുള്ള ജീരകം, നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം കടുക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളമുള്ള കടുക്, അല്ലെങ്കിൽ ഈ കടുകും ജീരകവും രണ്ടും ചേർത്ത് കൊടുക്കാം, ഈ രണ്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കടുക് ഞാൻ ചേർത്ത് കഴിഞ്ഞൊരു സ്വാദുണ്ട്. പക്ഷെ ഞാനിന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ കടുക് പറക്കി ഇട്ടെന്നാലും അവരത് പറക്കി കളയും. അവർ ചിലപ്പോൾ കഴിക്കാൻ കൂട്ടാക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കടുക് ഇടാഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1.5 സവോള, നമുക്ക് ഗ്രേവി എത്രത്തോളം വേണമെന്നനുസരിച്ചുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ചെറിയൊരു മീഡിയം സൈസായിട്ടുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നതും. നിങ്ങൾക്ക് നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിയാം. ഇനി നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സവോള. ഇനി അതിന് ശേഷം ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 അല്ലി വെളുത്തുള്ളി, അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒത്തിരി അങ്ങ് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കറി രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പേരിന് 1 എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 1/2 ടീസ്പൂണോളമുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് രണ്ടും ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഞാൻ പക്ഷെ ഇന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഇത് നന്നായിട്ടൊന്ന് ഈ സവോളയൊക്കെ വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴണ്ട് വരും എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ അല്പം മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ലോയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയുടെ നിറമൊക്കെ മാറി വരാൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിറത്തിനൊക്കെ വേണ്ടിയിട്ടും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും മസാലകളാണ് ഞാൻ ഈ 3 ചപ്പാത്തിക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇപ്പോൾ ആ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ആ ഒരു നമ്മൾ കറിയൊക്കെ ഒന്ന് ആവുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഷ് ആവുന്ന ഒരു സമയത്താണ് ഞാൻ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്ന ഗരം മസാല പൗഡർ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി എടുത്തിട്ട് വരാം.
അതാ അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് 2 എണ്ണം ആക്കി എടുത്തിരിക്കുന്നത്. പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് സമയം എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു വീഡിയോയുടെ കാര്യം ഞാനൊരു 3-4 ദിവസം മുന്നത്തെ ഒരു പറഞ്ഞായിരുന്നു, ഒരു ജോലിയോടെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടാം എന്നുള്ളത്. അത് ഞാൻ മറന്നിട്ടില്ല. എന്നോട് കുറേ പേരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇടാത്ത വീഡിയോ, എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് കിട്ടാനുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എനിക്കത് പ്രോപ്പറായി പറഞ്ഞു തരണ്ടേ. അപ്പോൾ പക്ഷെ അത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലുള്ള ഫോൺ വെച്ചിട്ട്, ഇപ്പോൾ നെറ്റൊക്കെ എല്ലായിടത്തും ഉണ്ട്, വൈഫൈ ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു ഷോപ്പിങ്ങിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ കറിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ കറി ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, സവാളയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്, വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സവാളയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് കയ്യിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കയ്യിലിൻ്റെ പുറക് വെച്ചിട്ട് നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അന്നേരം നമുക്ക് എളുപ്പത്തിന് ഇതൊരു നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തി, മുറിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. കാരണം അവർക്ക് ചപ്പാത്തി ഇങ്ങനെ മുറിച്ച് കഴിക്കും വേണ്ട, എന്നാൽ അത് കറിയിലൊക്കെ മുക്കി കഴിക്കും വേണ്ട, എന്നാൽ ഈ നല്ല ഗ്രേവി ആയിട്ട് എന്നാൽ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ല സ്വാദാണ്. ഈ കറി നമ്മൾ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേവിയിൽ ഈ ചപ്പാത്തി കുതിർന്ന് നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയൊക്കെ ഈ ചപ്പാത്തിയിൽ നന്നായി കോട്ടാവുന്ന രീതിയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ കാര്യം അതൊരു ആപ്പാണ്, ഞാൻ പറഞ്ഞ പോലെ ജോലിക്കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇച്ചിരി തിരക്കാണ്, പിന്നെ കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവുന്നത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്ക് റിപ്ലൈ തരുന്നതിനേക്കാളും നല്ലത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ശരി, നമുക്കെന്താ നമ്മുടെ കുക്കിങ്ങിലോട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്കിതാ നല്ല ചൂടുവെള്ളം, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്യാവശ്യം തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും നമുക്ക് ഈ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നമ്മൾ തക്കാളിയുടെ മിക്സൊക്കെ ആവുന്ന സമയത്ത് ചപ്പാത്തി ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകിയെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും ചപ്പാത്തി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനന്ന് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക. അതിപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പോലെയൊക്കെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അനുവദിക്കണം. കാരണം ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പിടിക്കാനും നമ്മുടെ ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരാനും വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലായിരുന്നു മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ നോക്കിക്കേ, ഞാനിപ്പോൾ അല്പം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഉപ്പും കാര്യങ്ങൾ ഇച്ചിരി കുറവുണ്ട് ഉപ്പിന്. അപ്പോൾ അതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ഇടാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 1/2 ടീസ്പൂണോളം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളാണ് ചേർത്തെടുത്ത്, 1/2 ടീസ്പൂണോളം ഇല്ല കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ഉള്ള ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെന്നാൽ നമ്മുടെ ഗ്രേവി നല്ല തിക്കും നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ഈ വേറൊരു കറിയോ ചപ്പാത്തിക്ക് വേണ്ടി വേറൊരു കറിയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതേപോലെ അങ്ങ് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അല്പം ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഇന്ന് ജെയ്ഡൻ നാളെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ കുതിർന്ന് വരുമ്പോഴത്തേക്കും നല്ല തിക്കുമായിട്ട് മാറും കേട്ടോ. നമ്മൾ ഗ്രേവി അതുകൊണ്ട് കുറച്ച് കൂടുതൽ നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഈ ചപ്പാത്തിയൊക്കെ ഈ കറിയൊക്കെ ഇങ്ങനെ വലിച്ചു കുടിച്ച് പെട്ടെന്ന് ഇതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അല്പം വെള്ളം അതറിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എപ്പോഴും വൈകുന്നേരം ചപ്പാത്തിയും കറിയൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.